നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ ലാ തഖൂമു സഅ, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ, ഹത്താ അതാ റജുലു ഇംറഅത വഅഖസാ അബാഹു വഅദ്നാ സദീഖാ. മാതാപിതാക്കളെ മക്കൾ അകറ്റുന്നതാകുന്ന കാലഘട്ടം കാണാതെ, മാതാപിതാക്കളെ മക്കൾ അകറ്റി നിർത്തുന്നതായ കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. മുത്തുപ്പാറ മഖാമിലേക്ക് സിയാറത്തിന് വേണ്ടി വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയല്ലയോ, ശരിയല്ലയോ? അല്ലാഹുവിന്റെ റസൂല് 1400 വർഷം മുമ്പ് മദീനയിലെ രാജകുമാരൻ ലോകരോട് വിളംബരം നടത്തുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ, ഹത്താ അതാ അർ-റജുലു ഇംറഅത വഅഖസാ അബാഹു വഅദ്നാ സദീഖാ. തന്റെ ചങ്ക് ബ്രോകളാകുന്ന കൂട്ടുകാരെയും കൂട്ടുകാരികളെയും വീട്ടിനുള്ളിലേക്ക് ചേർത്ത് നിർത്തി അടുപ്പിച്ചുകൊണ്ട് അവരോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതാകുന്ന തലമുറകൾ കടന്നു വരുമേ. മാതാപിതാക്കളോട് ഒരു കാര്യവും ഷെയർ ചെയ്യുകയില്ല, അവരോട് സംസാരിക്കുകയേ ഇല്ല. വാപ്പയും ഉമ്മയും കേവലം ജീവിതത്തിൽ തനിക്ക് സമ്പത്ത് കണ്ടെത്തി നൽകാനുള്ള ഉപാധികളായിട്ട് മക്കൾ കാണുന്ന ഒരു യുഗം കടന്നു വരുമേ. ഈ രീതിയിലേക്ക് മാതാപിതാക്കൾ അവഗണിച്ചുകൊണ്ട് കൂട്ടുകാരികളെ അടുപ്പിച്ചുകൊണ്ട് പുതിയ തലമുറ കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ആശങ്കപ്പെട്ടത് ഇന്ന് നമ്മുടെ മക്കളിലേക്ക് ചേർത്ത് നോക്കുമ്പോ ശരിയല്ലേ, ശരിയല്ലേ? മുത്തുപ്പാറയിൽ നടക്കുന്ന മതവിജ്ഞാന വേദിയിലേക്ക് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് വാപ്പ മകനെ ക്ഷണിച്ചാൽ പോലും മക്കള് തയ്യാറല്ല, തയ്യാറല്ല. അവരെ കളിക്കാൻ പോയാണ്, അവരെ തമാശക്ക് പോയാണ്, അവരെ രസാനുഭൂതിയിലേക്ക് പോയാണ്. അവർ മൊബൈൽ ഫോണിലൂടെ OTT പ്ലാറ്റ്ഫോമിലൂടെ അശ്ലീലമാക്കപ്പെട്ട പടങ്ങൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാ. കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണുകയാണ്, കാതുകൾ കൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളെ മലീമസമാക്കുന്ന ചെറുപ്പക്കാരില്ലേ, മോശപ്പെട്ടതാകുന്ന സ്ത്രീകളുടെ ശരീരഭാഷകൾ കാണാൻ അതിലേക്ക് ഉളിയിട്ടുകൊണ്ട് നിലകൊള്ളുന്ന കണ്ണുകളുമായി, മഞ്ഞ കണ്ണുകളുമായി നിലകൊള്ളുന്നതായ മക്കളില്ലേ, രാത്രിയുടെ യാമങ്ങളിൽ WWE അടിച്ചുകൊണ്ട് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ തേടിക്കൊണ്ട് പോകുന്ന എത്രയോ മക്കളുണ്ട്, മക്കളുണ്ട്. ഇന്നിതാ ഈ 2026 കടന്നു വന്നപ്പോ എത്രയോ ചെറുപ്പക്കാരികളാണ് രാത്രിയുടെ യാമങ്ങളിൽ മൊബൈലിലൂടെ അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൂടെയും ആളുകളെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് 390 രൂപ നൽകിയാൽ, 390 എല്ലാ മാസവും നിങ്ങൾ നൽകിയാൽ, 250 രൂപ നൽകിയാൽ, 500 രൂപ വെച്ച് നീട്ടിയാൽ എല്ലാ ദിവസവും രാത്രിയാകുമ്പോ നിങ്ങൾക്കിതാ എന്റെ ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ആളുകളെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും അവരെ കൊണ്ട് പൈസ മുടക്കിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്നതായ മിഥുനങ്ങളില്ലേ, സഹോദരിമാരില്ലേ, ഇത് കാണാൻ വേണ്ടി കൊതിക്കുന്നതാകുന്ന യുവാക്കളില്ലേ, പ്രായഭേദമന്യേ ഇതിനു വേണ്ടി രാത്രിയുടെ യാമങ്ങളെ മാറ്റിവെക്കുന്നവരില്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്ര ശരിയാണ്. ഖുർആൻ ഓതാത്ത, ഖുർആനുമായി ബന്ധം വെക്കാത്ത, പരിശുദ്ധമായ ദീനിന്റെ വാദാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ ഒരു സമൂഹം ഈ ലോകത്ത് അവസാനം കടന്നു വരുമത്രേ. അവർ ഖുർആനുമായിട്ടുള്ള ബന്ധമില്ല. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകൈക ഗുരു, ലോക ജനതയെ മുൻനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് പറയുമത്രേ, അല്ലാഹുവേ, ഈ സമുദായം പരിശുദ്ധമായ ഖുർആനിനെ കാറ്റിൽ പറത്തിയവരാണ് അല്ലാഹ്. ഇവർ ഖുർആനിനെ അവഗണിച്ചവരാണ് റബ്ബേ. ഖുർആനുമായി ബന്ധം വെക്കാതെ ആ ഖുർആനിനെ തൃണവൽഗണിച്ചവരാണ് അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്നതായ ഘട്ടം വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അങ്ങനെ ഒരു യുഗത്തിലേക്കല്ലേ നമ്മൾ എത്തിയത്. എവിടേക്കാണ് നമ്മുടെ തലമുറ? റമദാനിൽ നേടിയെടുത്ത ആർജവമയുടെ 30 ദിവസങ്ങൾ നോമ്പ് നോറ്റതാകുന്ന മനുഷ്യനാണ്, ഖുർആൻ ഓതിയിരുന്നവനാണ്, ദിക്റുകൾ ചൊല്ലിയവനാണ്, ഇഅ്തികാഫിന് നിയ്യത്തോടുകൂടി റമദാനിന്റെ അവസാനത്തെ ഒറ്റ രാവുകളെ പള്ളിയുടെ അകത്തലങ്ങളിൽ ജീവസുറ്റനാക്കിയ മനുഷ്യനാ, തറാവീഹ് 20 നമസ്കരിച്ചവനാ, വിത്ർ 3 റക്അത്ത് നമസ്കരിച്ചവനാ, തഹജ്ജുദ് പതിവാക്കിയവനാ, ദുഹാ നമസ്കാരം മുടക്കാതെ കൊണ്ടുവന്നവളാ. ഇപ്പോ എല്ലാം ഉണ്ടോ? എല്ലാം ഒഴിവാക്കി. ഇപ്പൊ എല്ലാ അശ്ലീലതകളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമുക്കങ്ങനെ പിന്നെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പറ്റും. നമുക്കങ്ങനെ അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ഈ മണ്ണിൽ വന്നവരെ മുൻനിർത്തി തവസ്സുലാക്കി പടച്ച റബ്ബിനോട് ദുആരക്കാൻ പറ്റും. എത്ര വലിയ പാപികളാണ് നമ്മൾ. നമ്മുടെ ഹൃദയം കൊണ്ട്, ശരീരം കൊണ്ട്, കരങ്ങൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ആദ്യം വേണ്ടത് കുടുംബവുമായിട്ടൊരു ബന്ധം കൂടുതൽ ഈ വേനലവധിക്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ബന്ധം ഊഷ്മളമാക്കണം. അവരുമായിട്ട് എപ്പോഴും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുവേണ്ടി സമയം ക്രമീകരിച്ചിരുന്നു എന്ന് നോക്കൂ. നിങ്ങൾ എല്ലാ ദിവസവും അതിനുവേണ്ടി സമയം കാണും. ഹദീസിലുള്ളതാണ്. ഒരു ഭർത്താവിന് വീട്ടിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കും. ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്നതൊക്കെ നബി തങ്ങൾ വീട്ടിൽ ചെയ്യും. നമ്മളാരെങ്കിലും ചെയ്യും? ഒരു 5 പാത്രം കഴുകാൻ തയ്യാറാവോ? വേണ്ട. അവനവന് കഴിച്ച പാത്രം ഡൈനിങ് ടേബിളിൽ നിന്ന് എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ശീലം പോലും ഇല്ല. പിന്നല്ലേ പാത്രം കഴുകുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതൊക്കെ ചെയ്തു കൊടുത്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഭാര്യയോടുള്ള സ്നേഹം അധികരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രാവിലെ ഡബിൾ ഓംലേറ്റ് ബുൾസൈ അടിച്ചുകൊണ്ട് തരും. രാത്രി പാത്രമൊക്കെ ഒന്ന് കഴുകി കൊണ്ട് നോക്കുമ്പോൾ രാവിലെ 2 മുട്ട പുഴുങ്ങിയത്. എന്നെ സംഭവം അത് തലേ നിങ്ങൾ കൊടുത്തൊരു സ്നേഹത്തിന് പകരാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പതിവില്ലാതെ ഒരു 10 മണിയാകുമ്പോൾ ഓട്സ് കാച്ചിക്കൊണ്ടുവരും. ഒന്നും പതിവില്ലാത്തായിരുന്നു. ചൂട് സമയമല്ലേ, നല്ല ബത്തക്ക ജ്യൂസ് അടിച്ചുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും കൊണ്ടുവരും. ആകെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മറ്റേതൊന്നും ഉണ്ടാവൂല. മറ്റേത് തുണി അലക്കുമ്പോൾ ഓരോ അലക്കലിനും നിങ്ങളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും അടിച്ചോണ്ടിരിക്കുന്നത്. ദോശ ചൂടുമ്പോഴും ഇങ്ങോട്ട് തിരിച്ചിടുമ്പോഴും ഒക്കെ പുറത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് ഭർത്താവായിട്ട് സങ്കല്പിച്ചിട്ട് എടുത്ത് മറിച്ചിടുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കണം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. അവർക്ക് നല്ല നിങ്ങളോട് സ്നേഹബന്ധം വർദ്ധിക്കാൻ വേണ്ടി പറ്റുന്നതാകുന്ന അമലുകൾ വീട്ടിൽ എന്തൊക്കെ പറ്റുമോ? സവാള അരിഞ്ഞു കൊടുക്കാനുള്ളൂ. കൊണ്ടുപോവാ ആഹത്തായിട്ട്. അവസാനം വിരലരിഞ്ഞ് അതിനകത്ത് ഇടരുത്. കറക്റ്റായിട്ട് നല്ല നോക്കി ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ കറികളൊക്കെ പറ്റുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുക. പാത്രങ്ങൾ കഴുകി കൊടുക്കുക. തുണി എന്തെങ്കിലും അലക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ പണി മതി. അല്ല വലിയ കട്ടിപ്പണിയൊന്നുമല്ല. അവരെ കൂടെ നിൽക്കാന്നാണ് അവർക്കൊരു സന്തോഷം. അല്ല മാറിയിരുന്ന് ഇങ്ങനെ ഓർഡർ ഇട്ട് കൊടുക്കുക. ഇന്ന് അത് മട്ടൻ വെച്ചോട്ടെ, നാളെ മട്ടൻ ചുക്ക, അത് കഴിയുമ്പോൾ മറ്റേ ദിവസം കുഴിമന്തി, കിഴി പൊറോട്ട, ഓരോ ദിവസം ഓരോ ഓർഡർ കൊടുക്കുക. അതല്ല വേണ്ടത്. അവരോടൊപ്പം ഒന്ന് ചേർന്ന് നിന്ന കുടുംബ ബന്ധമൊക്കെ ശാക്തീകരിക്കപ്പെടും. ഇന്ന് മഹല്ലുകളിൽ കെട്ടിക്കിടക്കുന്നതാകുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ ത്വലാഖല്ല. ത്വലാഖിനേക്കാൾ പ്രശ്നമായി വരുന്നത് ഹുൽഉകളാണ്. സ്ത്രീകൾ വന്നിട്ട് മഹല്ലിന്റെ അധികൃതരോട് പറയാ, ഖാദിമാരോട് പറയാൻ, എന്റെ ഭർത്താവിനെ വേണ്ട, ഒഴിവാക്കണം. ഇനി സ്ത്രീകൾ ഇങ്ങോട്ട് വന്നിട്ട് ആവശ്യപ്പെടുക, ഭർത്താവ് എന്നെ വിട്ടു വിട്ടോട്ടെ, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ, മതിയായി, ജീവിതം മതിയാക്കാൻ. പിന്നെ അവരേതെങ്കിലും വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗം കാണിച്ചുകൊണ്ട് ഭക്ഷണം വെച്ചുകൊണ്ടോ കേക്ക് വെച്ചുകൊണ്ടോ ഒക്കെ ജീവിക്കാൻ വേണ്ടി അവർ തയ്യാറാകുക. പുതിയ തലമുറ അങ്ങനെ മാറ്റപ്പെട്ടു. അപ്പൊ സ്നേഹം ഊഷ്മളമാകുന്നില്ല. ആ ബന്ധം വരണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നല്ല സ്നേഹമാണ് കുടുംബത്തോട് കാണിച്ചത്.